നമസ്കാരം. അതിനാടകീയമായാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മല കയറ്റിയതിലും തട്ടിപ്പിന് കളമൊരുക്കിയതിലും തന്ത്രിക്കുള്ള പങ്ക് തെളിഞ്ഞതോടെയാണ് SITയുടെ നിർണായക നടപടി. ഇതോടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ആൾ തന്ത്രി തന്നെയാകുമെന്ന് സ്വാഭാവികമായും സംശയിക്കാം. തന്ത്രിയുടെ അറസ്റ്റോടെ ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണം എവിടെ എന്നതിന് ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് വഴിയൊരുങ്ങിയോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല, അയ്യപ്പൻ നോക്കിയോളൂ. CPIയിൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P. നായർ, BJPയിൽ നിന്ന് ശ്രീ VP ശ്രീപത്മനാഭൻ, തന്ത്രി കുടുംബാംഗം ശ്രീ രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ ശില്പി ശ്രീ മഹേഷ് പണിക്കർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം എൻകൗണ്ടറിലുള്ളത്. ശ്രീ രാഹുൽ ഈശ്വർ, ഏത് സാഹചര്യത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾക്കറിയാമല്ലോ. ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി, ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി, ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അയ്യപ്പനെ വണങ്ങാനായില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പോലും പറഞ്ഞു മടങ്ങാവുന്ന ആ സ്റ്റാച്ചുറിലുള്ള ആളാണ് തന്ത്രി കണ്ഠരര് രാജീവർ. അങ്ങനെ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന് കൃത്യമായ തെളിവുകൾ വേണം, അതിനുള്ള കാരണങ്ങൾ വേണം. SITയെ സംബന്ധിച്ച് അവർ കണ്ടെത്തിയ കാരണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മലയിലേക്ക് കൊണ്ടുവരുന്നതിനും അവിടെ ഒരു സ്പോൺസറായി അവതരിപ്പിക്കുന്നതിലും അയാളെ ഒരു പ്രതാപിയാക്കി മാറ്റുന്നതിലുമൊക്കെ തന്ത്രി കണ്ഠരര് രാജീവർക്കുള്ള പങ്കിനെക്കുറിച്ച് സംശയാതീതമായ തെളിവുകൾ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇവരുടെ ബംഗളൂരുവിലെ ബന്ധം, ഫോൺ വിളി രേഖകൾ തുടങ്ങിയ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അറസ്റ്റ് നടക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ സമ്മതിക്കുമോ? തന്ത്രി അറിയാതെ, തന്ത്രിയുടെ അനുമതിയില്ലാതെ, തന്ത്രിയുടെ പിന്തുണയില്ലാതെ, തന്ത്രി കളമൊരുക്കാതെ ഇത് നടക്കില്ലായിരുന്നു എന്ന് തെളിയുകയല്ലേ? ഗോപികൃഷ്ണൻ, 3 കാര്യങ്ങൾ. ആദ്യം തന്നെ ഞാനൊരു അയ്യപ്പ ഭക്തനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നാളെ തന്ത്രിക്കെതിരെ കോടതി പരാമർശങ്ങൾ വന്നാലോ, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലോ ബന്ധമോ സ്വന്തമോ കുടുംബമോ ഒന്നുമില്ല. അതിശക്തമായ രീതിയിൽ തന്ത്രിയെ അല്ല ആരെ വേണമെങ്കിലും എതിർത്ത് പറയും. കാരണം അടിസ്ഥാനപരമായി തന്ത്രിയല്ല അയ്യപ്പനാണ് നമുക്കെല്ലാം പ്രധാനം. രണ്ടാമത്തെ പോയിന്റ്, പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് കണ്ഠരര് രാജീവരുടെ പുറത്ത് ആരോപിക്കുന്നത് എന്താണ്? നമുക്കൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഒന്നിൽ പോലും ഇതുവരെ തന്ത്രിക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. 2, SIT പുതിയ കാര്യം കണ്ടെത്തിയാണെന്നിരിക്കട്ടെ, എന്താണ് തന്ത്രിക്ക് മേലുള്ള ആരോപണം? പോറ്റിയെ ശക്തനാക്കി എന്നുള്ളത് ഒരു കുറ്റകരമായ, അങ്ങനെ ഒരു സാധനം ചെയ്തോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരു സാധനം ചെയ്തെങ്കിലും എന്ത് വകുപ്പിലാണ്? ഇനിയും എല്ലാവരും അറിയേണ്ട അടിസ്ഥാന കാര്യം, എല്ലാ അമ്പലത്തിലും 2 കൈകളുണ്ട് എന്ന് കരുതിയാൽ മതി. ഒരു കൈ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, ഒരു കൈ ആചാരപരമാണ്. അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളുടെ പരമാധികാരി ദേവസ്വം ബോർഡും ആചാരപരമായ കാര്യങ്ങളുടെ പരമാധികാരി തന്ത്രിയുമാണ്. ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരും ആറ്റുകാലും ചക്കുളത്തുകാവും എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിലുണ്ടായ വീഴ്ചയ്ക്ക് ആചാരപരമായ കാര്യങ്ങളിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് കുറ്റക്കാരനാകുക? യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി ബാക്കി ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കരുതിയാൽ നമുക്ക് വരെ കുറ്റം പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ തന്ത്രി എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ലഭ്യമായ വിവരം വെച്ച് അഴിമതി നിരോധന നിയമം തന്ത്രിക്ക് മേൽ ഇൻവോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് തന്ത്രി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ശമ്പളക്കാരനാണെന്നും ദേവസ്വം ബോർഡിന്റെ ശമ്പളക്കാരനാണെന്നുമുള്ള ഇംപ്ലിക്കേഷൻ വെച്ച് അഴിമതി നിരോധന നിയമമാണെന്ന് പറയപ്പെടുന്നു. അറിയില്ല, നിങ്ങൾ മാധ്യമങ്ങളടക്കം അങ്ങനെ വാർത്ത കൊടുക്കുന്നത്. തന്ത്രി എന്ത് ചെയ്തു എന്നാ? തന്ത്രിയിൽ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ? തന്ത്രി ഏതെങ്കിലും രീതിയിൽ ഇത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? പോറ്റിയെ 2007 ജലഹള്ളി എന്ന് കണ്ഠരര് രാജീവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു കുറ്റമാണോ? അപ്പൊ യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാൻ താൻ അനുവാദം നൽകിയിട്ടില്ല എന്നായിരുന്നല്ലോ തന്ത്രി പറഞ്ഞത്. അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണല്ലോ തെളിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണപ്പാളി തന്ത്രി കൊണ്ടുപോയാലും ഇല്ലെങ്കിലും എന്താ വ്യത്യാസം? യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ. തന്ത്രി സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് അല്ലെങ്കിൽ അനുമതി കൊടുത്തതാണോ പ്രശ്നം? അതിനുശേഷം ജൂലൈ 19, 20 എടുത്ത് ഓഗസ്റ്റ് 29 വരെ അത് ചെന്നൈയിൽ എത്തിക്കാതെ അതിനിടയ്ക്ക് മാനിപ്പുലേഷൻ നടത്തിയ ഉണ്ണികൃഷ്ണോ മറ്റുമല്ലേ പ്രശ്നം? അല്ല രാഹുൽ, ഒരു കാര്യം കൂടി, പ്രശ്നം ഉണ്ടാകുമോ? തന്ത്രി അനുജ്ഞയാണ് കൊടുക്കുന്നത്. അല്ല രാഹുൽ, ഒരു കാര്യം കൂടി, അതായത്
ഇത് സ്വർണം പൊതിഞ്ഞതാണെന്നും ചെമ്പ് തെളിയില്ലെന്നും സ്വർണം പൂശേണ്ട കാര്യമില്ലെന്നും ശബരിമലയിലെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്ന, അവിടുത്തെ സർവാധികാരി എന്ന് നമുക്ക് നല്ല പറയാൻ ചോദ്യം. കഴിയുന്ന ഒരാൾക്ക് ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നറിയാമല്ലോ. പിന്നെ ഉണ്ണികൃഷ്ണൻ അവിടെ പോറ്റി ശ്രീ ഗോപീശ്വരൻ അല്ല, ഒറ്റ രണ്ട് കാര്യം കാര്യങ്ങൾ. ഞാനൊന്ന് മുഴിപ്പിച്ചോട്ടെ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെച്ച് വൈകിപ്പിച്ച കാര്യമാണ് താങ്കൾ പറയുന്നത്. ശരി, അതൊരു കൂട്ടുകച്ചവടമാണെന്ന് എന്ന് സംശയിച്ചാലോ? ശരി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്ത്രി പരമാധികാരി തന്നെയാണ്, ആണെന്ന് പറയല്ല, തന്ത്രിയാണ് പരമാധികാരി. എന്തിന്റെ? ആചാരപരമായ, അനുഷ്ഠാനപരമായ, വിശ്വാസപരമായ, യുവതി പ്രവേശനമടക്കം ഉള്ള കാര്യങ്ങളുടെ പരമാധികാരി. ഞാൻ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ പറയാം. ശബരിമലയിൽ ഏത് പൂജ വേണം, അല്ലെങ്കിൽ ഇന്ന പൂജ വേണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷേ ആ പൂജയ്ക്കുള്ള പൂ എവിടെ നിന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് ഇപ്പം പടി പൂജയ്ക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂക്കൾ വേണം എന്ന് തന്ത്രിക്ക് പറയാം. പക്ഷേ ആ പൂക്കൾ മേടിക്കുന്നതും അതിന്റെ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ്. ഉദാഹരണം, നാളെ അങ്ങനെ ഒരു പൂ മേടിച്ചതിന് ഏതെങ്കിലും രീതിയിൽ അഴിമതി ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ പൂ മേടിക്കാൻ പറഞ്ഞ തന്ത്രിയാണോ അറസ്റ്റ് ചെയ്യുക? യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവും ആചാരപരവും കൃത്യമായി ഡിസ്റ്റിങ്ഷൻ ഉള്ള കാര്യമാണ് ഇത്. രാഹുൽ, ഞാനൊന്ന് ചോദിച്ചോട്ടെ രാഹുൽ. അതായത് താങ്കൾ പറഞ്ഞത് ശരി, അതിനകത്തൊരു യുക്തിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്ന് സംശയിച്ചാലോ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആളാക്കുന്നു, അയാൾ അവിടുത്തെ ഒരു പ്രമുഖനാക്കി തന്ത്രി വളർത്തുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പ് നടത്തുന്നു, അതിന്റെ പങ്കുകാരനായി തന്ത്രി മാറി എന്നാണ് SIT കണ്ടെത്തിയിട്ടുള്ളതെങ്കിലോ? അതിന്റെ ഭാഗമായി ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാനുള്ള അനുജ്ഞ നൽകുന്നു, അത് പുറത്തു കൊണ്ടുപോകുന്നു, അതിന്റെ പിന്നിലെ കച്ചവടം നടക്കുന്നു. സ്വർണം എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അത് രാജ്യാന്തര ഈ പുരാവസ്തു തട്ടിപ്പ് സംഘത്തിനൊപ്പം പണം പിന്നെ വലിയ വലിയ കോടികൾക്ക് അത് വിറ്റു എന്നുള്ള സംശയം നിൽക്കുമ്പോൾ അതിന്റെ പങ്കുകാരനായി തന്ത്രി മാറിയിട്ടുണ്ട് എന്ന് സംശയിച്ചുകൂടെ? വളരെ നല്ല ചോദ്യമാണ്. അതിന്റെ ഇനി രണ്ട്, ഒരു സംശയവും വേണ്ട. നാളെ തന്ത്രിക്കെതിരെ കോടതി പരാമർശമോ ഫൈൻഡിങ്ങോ വന്നാൽ ബന്ധുവാണെന്നോ ശത്രുവാണോ നോക്കില്ല, അതിശക്തമായി എതിര് പറയും. ഒരുപക്ഷെ ഗോപീഷ് ഓർമ്മ കാണും, ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ തന്നെ ഞാനും കണ്ഠരര് രാജീവരും പരസ്യമായി വിയോജിച്ചിട്ടുള്ളതാണ്. എന്റെ ചില സമീപനങ്ങളെ അദ്ദേഹത്തോട് യോജിച്ചില്ല, അദ്ദേഹത്തിന്റെ ഒരു പാസിഫിസ്റ്റ് സമീപത്തെ എതിർത്താണ് ഞങ്ങൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ തന്നെ പോരടിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടരുതെന്ന് പറയാൻ കാരണം, ഇതുവരെ തന്ത്രിയെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ? ഉദാഹരണം, ഗോപീഷൻ വളരെ സീനിയർ ആയ ഒരു മാധ്യമ പ്രവർത്തനല്ലേ. നാളെ താങ്കളോട് സാധാരണക്കാരൻ ചോദിക്കുകയാണ്, ശ്രീ ഗോപി എന്ത് വകുപ്പിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും? എന്ത് വകുപ്പാണ് ഇൻവോക്ക് രാഹുൽ, അതായത് മനസ്സിലാകുന്നത്? ഒരൊറ്റ മിനിറ്റ്, അത് താങ്കൾ ചോദിച്ചതിന് ഞാൻ അംഗീകരിക്കുന്നു. ഇനി അത് സത്യത്തിൽ അതിന് മറുപടി പറയേണ്ട ആൾ ഞാനല്ല, എന്നോടല്ല ചോദ്യങ്ങൾ വരാനും പോകുന്നത്. കാരണം കോടതിയിൽ വരാൻ പോകുന്ന കേസാണ്. SITക്ക് കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകും, അവർക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘം, തന്ത്രിയെ പോലെ ഒരാൾ, താങ്കൾക്കറിയാമല്ലോ അതൊരു ഒരു വികാരം ഉണർത്തുന്ന പ്രശ്നം കൂടിയാണ്. അതൊരു വലിയ വൈകാരിക പ്രശ്നമായി കേരളത്തിൽ മാറാൻ പോകുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവവും വളരെ സൂക്ഷിച്ചും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ അറസ്റ്റ് നടക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടും ഒരു കാര്യം പറയട്ടെ. ഞാൻ പ്രമുഖമായ ഹൈന്ദവ സംഘടനകളോട് കഴിഞ്ഞ 1-2 മണിക്കൂറിൽ സംസാരിച്ചു. തന്ത്രിമാരുടെ, ബ്രാഹ്മണരുടെ, യോഗക്ഷേമ സഭയുടെ അടക്കമുള്ള ആൾക്കാരോട്. എല്ലാവരും ഇതിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അങ്കലാപ്പിലാണ്. പക്ഷെ ഞങ്ങൾ എല്ലാം എടുത്തിരിക്കുന്ന പൊതു സമീപനം ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ബെഞ്ചിൽ എല്ലാവർക്കും വിശ്വാസമാണ്. കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. അവരുടെ ഭാഗത്തുനിന്ന് തന്ത്രിക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവ് പരാമർശം വരികയാണെങ്കിൽ പിന്നീട് തന്ത്രി ആരും ന്യായീകരിക്കാനും മറ്റും വരില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം വിശ്വാസമുണ്ട്. കണ്ഠരര് രാജീവർ ഇതേവരെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിച്ചിട്ടില്ല. അതായത് എൻ്റെ അമ്മാവനായ കണ്ഠരര് മോഹനർക്ക് തെറ്റായിട്ടാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ആരോപിതനായി, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടായി, അവസാനം ഹൈക്കോടതി കണ്ഠരര് മോഹനരെ കുടുക്കിയതാണെന്നും പറഞ്ഞു. അതാണ് മറ്റൊരു വശം. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പോൾ പോലും യാതൊരു വിവാദവും ഉണ്ടാക്കാതെ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയാണ് കണ്ഠരര് രാജീവൻ. അപ്പൊ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കുടുക്കി ബാക്കി ആരെങ്കിലും രക്ഷിക്കാനാണോ? ഒറ്റ ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവും പത്മകുമാറും ഒക്കെ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ആൾക്കാരാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഓൾറെഡി ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അതിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ഒരു പക്ഷേ കണ്ടതാണ്, മാറി നിന്നതാണ്. ഇപ്പൊ ഏക ചോദ്യം എന്താ? തന്ത്രിക്കെതിരെ ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നു, 2007 ജലഹള്ളിയിലെ അവിടുത്തെ പരികർമ്മിയായിരുന്നു, കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടൊരു തെറ്റല്ലല്ലോ. 2019 ജൂലൈ 19 ജൂലൈ 20 ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ പ്രശ്നം. അതിൽ തന്ത്രിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇത് നേരത്തെ ഫോട്ടോ കാണിച്ച് ശ്രീ പിണറായി വിജയൻ അവർകളെയും ശ്രീമതി സോണിയാഗാന്ധിയെ കൊടുക്കുന്നത് പോലെയല്ലേ. ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് താങ്കൾ ചോദിച്ചാൽ, അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നില്ലാതെ ഇതുപോലൊരു അറസ്റ്റ് നടക്കുമെന്ന് രാഹുൽ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഞാൻ ശ്രീ ഗോപീഷിനോട് ബാക്കിയുള്ളവരിലേക്ക് പോകുന്നതിന് ഒരു ചോദ്യം തിരിച്ചും ചോദിച്ചോട്ടെ. ഇത്രയും പ്രധാനപ്പെട്ട, കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നിലെ തന്ത്രിയെ അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ SIT ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ മീഡിയയ്ക്കും സമൂഹത്തിനും കൊടുക്കണ്ടേ?
ഇതുവരെ ലഭ്യമായ വിവരം വരുന്നത് എന്താ? അഴിമതി നിരോധന നിയമമാണെന്നാണ്. ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ആ നിയമത്തിന്റെ പേരിലാണോ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് അല്ല, അതിൽ വ്യക്തത വരാനുണ്ട് രാഹുൽ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതല്ലേ, മാധ്യമങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ വേണമെന്ന് നിർബന്ധമില്ല. ഒരു അന്വേഷണ ഏജൻസിയാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. മാത്രമല്ല, കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ തന്നെ മാധ്യമങ്ങളുടെ ഇടപെടൽ മാധ്യമങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ച് പോലും SITക്ക് ആക്ഷേപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സവിശേഷ അധികാരമൊന്നും ഇല്ലല്ലോ, താങ്കൾക്കറിയാമല്ലോ. നമ്മളും ഏതൊരു ഇന്ത്യൻ പൗരനും ഉള്ള അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ മുകളിൽ കയറിയുന്നുകൊണ്ട് മറ്റെന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഭാവിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് രാഹുൽ, ഒറ്റ കാര്യം, അതായത് ഞാൻ പറഞ്ഞത് ഇത് പൂർണ്ണമായും പൊതുസമൂഹത്തെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണമെന്ന നിർബന്ധം SIT പോലെ ഒരു അന്വേഷണ സംഘത്തിൽ ഇല്ല. കാരണം അത് കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ മതി. അല്ല, ഒരു വരി കൂടെ എടുക്കുള്ളൂ. ഇത് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാനിരുന്ന എല്ലാ ചാനൽ ചർച്ചകളിലും നമ്മുടെ ശ്രീ 83-84 വയസ്സുള്ള പക്ഷാഘാതം വന്ന ശങ്കർദാസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാഞ്ഞിട്ടല്ല. കാര്യം ട്രയൽ നടക്കട്ടെ, തെറ്റുകാരാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഈ 83 വയസ്സായ സ്ട്രോക്ക് വന്ന ഒരാളെ പീഡിപ്പിക്കരുതെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലെ നന്മയും നീതിയുമാണ്. ഇപ്പൊ ഉദാഹരണം ഡി മണി, നമ്മളെല്ലാം 2 ദിവസം ചർച്ച ചെയ്തല്ലോ. ഇപ്പം ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഡി മണി എന്ന് പറയുന്ന ദാവൂദ് മണിയെന്നോ അല്ലെങ്കിൽ ഡയമണ്ട് മണിയെന്നോ അല്ലെങ്കിൽ ദിനേശ് മണിയെന്നോ ഒക്കെ പറഞ്ഞു കൊണ്ടുവന്ന ഒരാൾക്ക് രാഹുൽ ക്ലീൻ ചിറ്റ് കൊടുത്തു. അല്ല, ഞാൻ പറഞ്ഞത് രാഹുൽ, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാത് സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സംവാദത്തിന്റെ സ്വഭാവം അതാണ്. പിന്നീട് അത് ശരിയാകാം, തെറ്റാകാം, കോടതിയിൽ ചെല്ലുമ്പോൾ വെറുതെ വിടാം, ഇതൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞത് SIT താങ്കൾ തന്നെ പറഞ്ഞതുപോലെ തന്ത്രി കണ്ഠരര് രാജീവരെ പോലെ ഇതുവരെ ഒരു അൺബ്ലെമിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഈ പർട്ടിക്കുലർ കേസിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പദവിയിലിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, താഴമൺ കുടുംബത്തിൽ ഒരു അംഗത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മതിയായ തെളിവുകളും അത് ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ള വിവരങ്ങളും ഇല്ലെങ്കിൽ അത് നടക്കുമെന്ന് ഏത് ബുദ്ധിയിലാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, കേരളത്തിലെ ആദ്യ തന്ത്രി കുടുംബങ്ങളിലൊന്നാണ് താഴമൺ. അതായത് പരശുരാമൻ കേരളോൽപത്തിയോട് ബന്ധപ്പെട്ട് 2 തന്ത്രി കുടുംബങ്ങളെയാണ് വന്നത്, താഴമണ്ണും തരണനല്ലൂരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുടുംബത്തിനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ തീർച്ചയായും SIT ചിന്തിച്ചു കാണും. പക്ഷേ ലഭ്യമായ വിവരങ്ങളൊന്നും നിയമത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പോഴാണ് സംശയിക്കുന്നത് ബാക്കി ആരെങ്കിലും രക്ഷിക്കാൻ, ശ്രദ്ധ തെറ്റിക്കാൻ, ഫോക്കസ് തെറ്റിക്കാൻ ചെയ്തതാണോ എന്ന്. ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു, നാളെ കോടതിയുടെ ഭാഗത്തു നിന്ന് കണ്ഠരര് രാജീവർക്കെതിരെ പരാമർശം വരികയാണെങ്കിൽ ഞാൻ അടക്കമുള്ളവർ പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാകും. പക്ഷേ കോടതി പരാമർശങ്ങൾ വരുന്നത് വരെ നമുക്കൊന്ന് ക്ഷമിക്കണം. കാര്യം സാധാരണക്കാരെ പോലെയല്ല, തന്ത്രി ദൈവജ്ഞനാണ്, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ കടന്നാക്രമിച്ചു എന്നല്ല, സാധാരണക്കാർ കടന്നാക്രമിക്കുന്നതിന് മുമ്പ് ഒരു അവധാനത കാണിക്കണം. കാര്യം മുമ്പ് കണ്ഠരര് മോഹൻരെയും ഇതേപോലെ വേട്ടയാടിയിരുന്നു, അവസാനം അദ്ദേഹം കുടുക്കപ്പെട്ടതാണെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. ശരി രാഹുൽ, ശരി. ശ്രീ മഹേഷ് പണിക്കർ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള അനേകം ചർച്ചകളിൽ അതിൻ്റെ ആരംഭകാലത്ത് തന്നെ തന്ത്രി അറിയാതെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് താങ്കൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഈ അടരടരുകൾ നീക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ അറ്റത്ത് അത് തന്ത്രിയിലേക്ക് ചെന്നെത്തും എന്ന് താങ്കൾ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു അനാവശ്യമായി തന്ത്രിയെ പോലെ ഒരാളെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുതെന്ന്. അനാവശ്യമായി അദ്ദേഹത്തെ ആരോപണം ചൊരിയുകയാണ് നമ്മൾ എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതോ ഈ ഇടപാടുകളിലാകെ സംശയിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയ ആളാണ് തന്ത്രി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ശബരിമല ധർമ്മശാസ്താവാണ്, അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. അതായത് ധർമ്മങ്ങളുടെ, നീതിന്യായ വ്യവസ്ഥയുടെയൊക്കെ അതിൻ്റെ ശാസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ധർമ്മശാസ്താവ് എന്നുള്ള രീതിയിൽ അവിടുത്തെ അതിൻ്റെ പിതാവായിട്ടുള്ള ഈ ബഹുമാനപ്പെട്ട തന്ത്രി ആ ഒരു അലങ്കരിക്കുന്ന ആ പദം, ആ ഒരു ഇത് അതിന് യുക്തമായ രീതിയിലല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ഉദാഹരണമാണ് ആ വാജിവാഹനം എടുത്തുകൊണ്ട് പോയത്. രണ്ടാമത്തെ കാര്യമാണ് ചന്ദ്രഗ്രഹണ ദിവസം ഇത് ഇളക്കിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്ത്രപരമായിട്ട്, ഞാൻ ഈ മറ്റു കാര്യങ്ങളല്ല, തന്ത്രപരമായിട്ട് ദേവൻ്റെ ആ ശക്തി ചൈതന്യം ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ചീഫ് ഗാർഡിയൻസ് ആയിട്ടുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളിനകത്തുനിന്ന് അത് ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തൊഴുക പോലും ചെയ്യില്ല. അപ്പോൾ അത് അന്നേരം തന്ത്രി അനുജ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ അത് ഇളക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ തന്ത്രം അല്ലെ പൂജാവിധികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൊടൂരമായ കാര്യമാണ്. ഒരു ദേവചൈതന്യത്തെ നശിപ്പിക്കാനായിട്ട് ഈ ദുഷ്ടശക്തികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം വരിക. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് അജ്ഞത കൊണ്ടായിരിക്കാം, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച തന്നെയാണ്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കള്ളമല്ല ചെയ്തിരിക്കുന്നത്.
ആവർത്തിക്കുന്നത്. കാലാകാലങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇതിനകത്തൊന്നും അറിഞ്ഞില്ല. കാര്യം ഇത് മറ്റ് സ്ഥലമല്ല, വാതിലാണ്, കട്ടളയാണ്, ഫ്രണ്ടിൽ കയറുന്ന ദ്വാരപാലകപാളിയാണ്, മറ്റൊരു സ്ഥലത്തല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണോ ശ്രദ്ധയോ പോകാത്തതല്ല. മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ ഫുൾ ടൈം തന്ത്രമാണ്. തന്ത്രി ഫുൾ ടൈം ഉണ്ട്, അമ്പലം തുറക്കണേ അദ്ദേഹം ഉണ്ടെങ്കിലേ തുറക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമല്ല ഇത് ഇളക്കുകയും ഡോറിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അമ്പലം അടച്ചു പോകുന്ന മാസപൂജ സമയത്ത് അടച്ചു പോകുമ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് വന്ന് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ടീമുകൾ കയറി ഇളക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ സാന്നിധ്യത്തിൽ ഇവർ തന്നെ അനുജ്ഞ കൊടുത്താണ് ഇളക്കുന്നത്. അപ്പം അനുജ്ഞ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേപ്പറിൽ ഒരു ഓർഡർ കൊടുക്കുകയല്ല, ഇന്ന സാധനം ഇളക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുകയല്ല. അവിടെ നിന്ന് ആദ്യത്തെ പീസ് അദ്ദേഹം തന്നെ ഉളിയും ചുറ്റിയൊക്കെ മേടിച്ച് ഒരു പീസ് പ്രതീകാത്മകമായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് പണിക്കാരെ കൊണ്ട് ഇളക്കുന്നത്. തിരിച്ചു വെക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണം. അപ്പം അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ സാന്നിധ്യ നിരീക്ഷണങ്ങളിൽ നടന്ന കർമ്മങ്ങളാണ് ഈ പറഞ്ഞ കൊള്ളകളെല്ലാം. ഒരു വിഗ്രഹപ്രതിഷ്ഠ പോലെ തന്നെ നമ്മൾ ശില്പികൾ വിഗ്രഹം പ്രതിഷ്ഠ സമയത്ത് നമ്മുടെ ആവശ്യമോടുണ്ട് ഇതിൻ്റെ പീഠ ഉറപ്പിക്കാനോ അല്ലെ മറ്റു കാര്യങ്ങൾ. അപ്പം നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ അവരാ ചെയ്യുന്നത്, അവരാണ് അതിൻ്റെ ഇത് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് ഈ പണിക്കാരല്ല, അതിനകത്ത് മേൽനോട്ടം എന്ന് പറഞ്ഞാൽ അത്ര മേൽനോട്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിനകത്ത് ആദ്യം പോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിനകത്തൊക്കെ കുറേ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ അവർ നിൽക്കുന്നത്. ഇപ്പോൾ തന്ത്രി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനായതുകൊണ്ടോ അതിനകത്ത് അങ്ങനെ ഒരു സാധനത്തിനകത്ത് അവർ കൊള്ള ചെയ്യാൻ പാടില്ല, അവരങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു അവരുടെ ആ ഒരു സാങ്കത്യം അതിനകത്തുണ്ട്. ഇപ്പം ബഹുമാനപ്പെട്ട രാഹുലീശ്വർ പറയുന്നത് നമുക്കെല്ലാം വേദനയുണ്ട് ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ. അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പം, ഇത്ര 3-4 ദിവസം കൂടെ ഉള്ളൂ മകരവിളക്കിന്, അപ്പോൾ മണിക്കൂറുകൾ എണ്ണാവുന്ന സമയം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ ഒന്നും ഒരു തെളിവില്ലാതെ എന്തെങ്കിലും ഒരു ഊഹാഭോഗത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നു എന്നുള്ളൊരു കണ്ടെത്തലിൻ്റെ പേരിലോ ഒന്നും ആയിരിക്കില്ല. വ്യക്തമായ തെളിവ്, അതായത് സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റ് കാര്യങ്ങളോ അല്ലെ വ്യക്തമായ ഈ പറഞ്ഞ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ തെളിവ് അവരിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് അവർ മുതിരൂ എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അത് വിശ്വാസ സമൂഹം മനസ്സിലാക്കണം. കാര്യം അയ്യപ്പൻ്റെ ചൈതന്യമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന പരശുരാമൻ്റെ കാലം അങ്ങനെയൊന്നുമല്ല, 1902 അവിടെ കണ്ടൊരു പ്രഭാകരും അവിടുത്തെ ആദ്യത്തെ വിഗ്രഹം ഇത് ചെയ്ത് 1950 ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹം ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് തന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊന്നുമല്ല, അതിനു മുമ്പ് ഒരു മലയര സമൂഹത്തിൻ്റെ ആയിരുന്നു. ഈ മലയര സമൂഹത്തിന്റെ ക്ഷേത്രത്തിന്റെ അതിൽപ്പെട്ട പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞോട്ട് പറയട്ടെ, രാഹുൽ ഈശ്വർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബ്രാഹ്മണാധിപത്യം വരുന്നതിന് മുമ്പ് അതൊരു മലയര സമൂഹത്തിന്റെ ആയിരുന്നു. ഈ മലയര സമൂഹത്തിൽപ്പെട്ട മധു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെയാണ് ഒരുപിടി ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വർ ഇടപെടരുത്, ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ, താങ്കൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ. അതായത് മധു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഒരു പിടി അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ വിചാരണയില്ല, കോടതിയില്ല, പോലീസില്ല, മുൻകൂർ ജാമ്യം ഇല്ല, ഒരു കേസും ഇല്ല, അവിടെ സ്പോട്ടിൽ തല്ലിക്കൊല്ലുകയത്. ഇതൊരു ബ്രാഹ്മണം ചെയ്തുകൊണ്ട് ഇതിനകത്ത് വിചാരണ പാടില്ല, പോലീസ് ചോദ്യം ചെയ്യാൻ പാടില്ല, രാഹുൽ ഈശ്വർ, അതായത് മഹേഷ് പണിക്കർ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പദവിയുടെ പേരിലോ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ ഒന്നും ഇന്ത്യയിലെ ഈ അന്വേഷണ സംഘത്തിനെ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലോ ആർക്കും പ്രത്യേക പരിഗണനയോ സംരക്ഷണമോ പരിരക്ഷയോ ഉണ്ടാകില്ല, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന പോയിന്റിലേക്കാണ് ശ്രീ മഹേഷ് പണിക്കർ വരുന്നത്. അതിൽ മറ്റൊന്നും വായിക്കേണ്ട കാര്യമില്ല, അതിൽ ജാതിസ്പർദ്ധയൊന്നും കാണേണ്ട കാര്യമില്ല. ഒറ്റ പോയിന്റേ ഉള്ളൂ ഇവിടെ. അല്ല, നമ്മളെല്ലാവരും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഒന്നാണ്. നമ്മളെല്ലാവരും ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ പാലിക്കേണ്ടവരാണ്. അത്രേ ഉള്ളൂ. അത് 100% അദ്ദേഹത്തോട് യോജിപ്പാണ്. ശബരിമല എല്ലാ ഹിന്ദുക്കളുടെയും ക്ഷേത്രമാണ്. എല്ലാ ഹിന്ദുക്കളുടെ ഒരു വരി പറഞ്ഞു തീർത്തോട്ടെ, എന്നോടല്ലേ ചോദ്യം. ശബരിമല എല്ലാ ഹിന്ദുക്കളുടെയും അല്ല, ശബരിമല എല്ലാ വിശ്വാസികളുടെയും ആരാധനാലയമാണ്. അല്ല രാഹുൽ ഈശ്വർ, ശബരിമല എല്ലാ ഹിന്ദുക്കളുടെയും അല്ല, ശബരിമല എല്ലാ വിശ്വാസികളുടെയും ആരാധനാലയമാണ്. ഒരു സെക്കൻഡ് സാർ, ഒരു വരി തരൂ. മലയാളികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് രാഹുൽ ഈശ്വറാണ്. ശരി, അതല്ല നമ്മുടെ വിഷയം. ശരി, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. മഹേഷ് പണിക്കർ പറയട്ടെ. ഒരു പിടി അരി മോഷ്ടിച്ചതിന് ആ മോഷണം എന്ന് പറഞ്ഞ കർമ്മം ഇവിടെ ഇപ്പോൾ ഒരു പിടി അരിയല്ല, അയ്യപ്പന്റെ കൊടാനുകോടി വിലയുള്ള സ്വർണ്ണമാണ് ആരോപണം. അപ്പം അത് മോഷ്ടിക്കുന്നതിന് ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് എന്തിനാണ്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, മധുവിനെ സ്പോട്ടിൽ ഒരു നീതിയും ഒരു ഇതും ഇല്ല, സ്പോട്ടിൽ തല്ലിക്കൊല്ലുവായിരുന്നേ. എവിടെയായിരുന്നു പോലീസ്, എവിടെയായിരുന്നു കോടതി, എവിടെയായിരുന്നു രാഹുൽ ഈശ്വർ? അപ്പം ആ ഒരു സ്ഥാനം നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു നമ്മൾ ഇത്ര വളർന്ന ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയിൽ ഇടപെട്ട ആരായാലും ഇനി സോണിയാഗാന്ധിയാണെങ്കിൽ അവരെയും ചോദ്യം ചെയ്യണം.
അവരുടെ മൊഴി എടുക്കണം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ഇപ്പം തന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി എടുക്കാൻ പാടില്ല, അദ്ദേഹം എന്തോ വലിയ ഇതാണ്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലാണ് 500 കോടിയോളം വില പറയുന്ന ഈ പറഞ്ഞ വാജ്വാഹനം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കുന്നത്. അത് മാറ്റിയിട്ടില്ലെന്ന് രാഹുൽ ഈശ്വരൻ എന്താ ഉറപ്പ്? ഇത് പഴയ 16-ാം നൂറ്റാണ്ടിലെ തന്ത്ര സംശയത്തിൻ്റെ കേസിൽ തന്നെയല്ല പറയുന്നത്. അതല്ലാണ്ട് 2012 ഉണ്ടാക്കിയ ദേവസ്വം ബോർഡുള്ള കരാറുണ്ട്, ഇവർ തമ്മിലുള്ള വേതന വ്യവസ്ഥയുണ്ട്. 400 രൂപ എന്നുള്ളത് 1500 രൂപ ആക്കിയിട്ടുണ്ട് ഒരു ദിവസം. ഒരു മുണ്ടെന്നുള്ളത് 6 മുണ്ടാക്കിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുമ്പോൾ നിയമത്തിന്റെ രീതി നിൽക്കുമ്പോഴത്തേക്ക് ആ നിയമത്തിന് അതായത് രാഹുൽ വളരെ ലളിതമാണ് ശില്പി ശ്രീ മഹേഷ് പണിക്കർ പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ വേതനം പറ്റുന്ന ആൾ കൂടിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. ദേവസ്വം ബോർഡിന്റെ വേതനം പറ്റുന്ന ആൾ കൂടിയാണ്. അപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. അല്ല, ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞ പകുതി കാര്യങ്ങളോട് യോജിപ്പാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഹിന്ദു ഐക്യം ഏറ്റവും ഉള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. നൂറ്റാണ്ടുകളായി ജാതീയതയില്ല. ജാതി പറഞ്ഞ് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിപ്പിക്കരുത്. മലയരയർക്ക് വേണ്ടി പോരാടിയത് രാഹുൽ ഈശ്വറാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ മധുവിന് ആദ്യം വീട്ടിൽ 1.5 ലക്ഷം രൂപ ശബരിമലയിലെ സ്വർണ്ണം കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്നിരിക്കുന്നു. അത് തന്ത്രി കണ്ഠരര് രാജീവരുടേതാണ്. അദ്ദേഹത്തിന്റെ അനുജ്ഞ പ്രകാരമാണ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയത്, പാളികൾ പുറത്തു കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളിൽ. ഡോക്ടർ പി കെ ഗോപൻ, ഈ പ്രത്യേക പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ CPIM പറയുന്നു, ഞങ്ങൾ ഇതിലും എവിടെയും ഒരു ഘട്ടത്തിലും ആരെയും സംരക്ഷിക്കാൻ ഇടപെടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ നേരിട്ടിരുന്ന വിമർശനങ്ങൾ 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇപ്പോൾ അറസ്റ്റിലൊടുക്കുന്ന A. പത്മകുമാറിനെ എതിരെ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറായിരുന്നില്ല എന്നുള്ളത് ഒന്ന്. 2, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇത് എത്തുമോ, അല്ലെങ്കിൽ അവിടെ എത്താതിരിക്കാൻ വേണ്ടി അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഇതെല്ലാം നിൽക്കുമ്പോഴാണ് വളരെ നാടകീയമായ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഇന്നുണ്ടായിരിക്കുന്നത്. രാഹുൽ ഈശ്വർ സംസാരിച്ചത് ശ്രീ പി കെ ഗോപൻ താങ്കൾ കേട്ടല്ലോ. മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ അറസ്റ്റ്? ഇതെല്ലാം തന്ത്രിയിൽ കൊണ്ടുവച്ച് അവസാനിപ്പിക്കാനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും എന്നാണ്. CPM നേരിടുന്ന വിമർശനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തിനോട് താങ്കൾ എന്ത് മറുപടി പറയും? ശ്രീ ഗോപികൃഷ്ണൻ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് എന്നൊരു പഴമൊഴിയുണ്ട്. അത് കേരളത്തിൽ മാത്രമുള്ള പഴമൊഴിയല്ല, പല ഭാഷകളും നിലനിൽക്കുന്നതാണ്. വളരെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ വെപ്രാളങ്ങൾ കാണുമ്പോൾ ഈ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. കാരണം അദ്ദേഹം ഈ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായി ദേവസ്വം ബോർഡിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും വിമർശിച്ചിട്ടുണ്ട്. അതെ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കുറ്റം എന്താണ്, ഏത് വകുപ്പ് ഉപയോഗിച്ചാണ് അവരെ ചോദ്യം ചെയ്തത്, അവരെ കസ്റ്റഡിയിലെടുത്തത് എന്ന ആവേശപൂർവ്വം ഈ സെക്കൻഡ് വരെ അദ്ദേഹം ചോദിച്ചിട്ടില്ല, ഒരു ചർച്ചയിലും ചോദിച്ചിട്ടില്ല. അതെല്ലാം SIT എടുത്ത നിലപാട് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് നിലപാടുകളെല്ലാം സ്വീകരിച്ചത്. ഞാനും കഴിഞ്ഞ കുറേ ചർച്ചകളിൽ നിങ്ങളുടെ ഫ്ലോറിലടക്കം ഈ പത്മകുമാറിൻ്റെ ഒരു പരാമർശത്തെ ബന്ധപ്പിടിച്ചുകൊണ്ട്, അതായത് ദൈവതുല്യർ എന്ന പരാമർശത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാ അവതാരകരും ചോദിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായി ഇവിടെ പങ്കെടുക്കുന്ന UDFൻ്റെയും BJPയുടെയും പ്രതിനിധികൾ ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലെ ലീഡർഷിപ്പിനെ കണക്കാക്കുന്ന ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് CPIMൻ്റെ നേതൃത്വമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു ഇവിടെ. അത് പത്മകുമാർ വെളിവാക്കിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സൂചന എന്തായിരുന്നു എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് ചർച്ചകളിൽ പറഞ്ഞതാണ്. ഇവിടെ ശ്രീ മഹേഷ് ആ ചർച്ചയിലെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്, മിക്കവാറും ചർച്ചയിൽ. അങ്ങ് നേരത്തെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ മഹേഷ് പണിക്കരും അത് കൃത്യമായി പറഞ്ഞ ആളാണ്. അത് അവരാചാരത്തിൻ്റെ ബലത്തിലാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ ദൈവതുല്യർ എന്ന് ശബരിമലയെ കണക്കാക്കിക്കൊണ്ടാണ് ശ്രീ പത്മകുമാർ അങ്ങനെ പറഞ്ഞത് എന്നാണ് നമ്മളെല്ലാം അന്ന് വാദിച്ചത്. അങ്ങനെ ആരാണ് ദൈവതുല്യർ? അവിടെ മൂർത്തി എന്ന് പറയുന്നത് അയ്യപ്പനാണ്. അയ്യപ്പൻ മൈനറാണ്. അയ്യപ്പൻ്റെ പിതൃസ്ഥാനമാണ് ആചാരപ്രകാരം തന്ത്രിക്കുള്ളത്. ബാക്കിയുള്ളവരെല്ലാം അതിന് താഴെയാണ്. ആ കോവിലിനകത്ത് നിന്ന്, ശ്രീകോവിലിനകത്ത് നിന്ന് എന്ത് പുറത്തേക്ക് പോകണമെങ്കിലും, എന്തകത്തേക്ക് വരണമെങ്കിലും, ഏത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചാലും, ഏത് ഭരണകൂടം അതിൻ്റെ പിന്നിലുണ്ടായാലും അതിൻ്റെ അവസാന വാക്ക് തന്ത്രിയാണ്. ഈ തന്ത്രി എന്തിന് വാജിവാഹനം കൈവച്ചു?
അവസാനം അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയേണ്ടി വന്നു. അന്വേഷണം നടക്കുമ്പോഴാണ് പറഞ്ഞത്. ആ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അത് ആരുടെ കയ്യിലും വെച്ചുകൂടാത്തതാണ്. അത് നശിപ്പിക്കേണ്ട സാധനമാണ്. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിക്കേണ്ട സാധനമാണ്. എന്തിനാണ് തന്ത്രി ശബരിമലയിൽ നിന്ന് പുറത്തുപോയി പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്തത്? അതിൻ്റെ ഇടനിലക്കാരനായി വർത്തിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇതെല്ലാവർക്കും അറിയാം. ഏത് അപ്രതീക്ഷിതമൊന്നുമല്ല തന്ത്രിയുടെ അറസ്റ്റ്. ഞങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമൊന്നുമല്ല. ഇത് നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമല്ല. പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് പരിശ്രമിച്ചവർക്ക് ഇത് അപ്രതീക്ഷിതമാണ്. ഡോക്ടർ പി കെ ഗോപൻ, ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ തടസ്സപ്പെടുത്തുകയാണെന്ന് കരുതണ്ട. ഇടയ്ക്ക് ഒരൊറ്റ കാര്യം, അതായത് താങ്കൾ പറഞ്ഞ് നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തപ്പോഴും നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ള സംശയമായിരുന്നു ദൈവതുല്യനായ ആൾ ആരെയാണ് പത്മകുമാർ ദൈവതുല്യനായ ആൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. അത് തന്ത്രിയാണ് ഇന്ന് വ്യക്തമായോ? അല്ല, ഞാൻ നേരത്തെ ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞില്ലേ, ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പുള്ള ചർച്ചകളിൽ വളരെ കൃത്യമായി ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു പത്മകുമാർ ഉദ്ദേശിച്ചത് തന്ത്രിയാണെന്ന് പറഞ്ഞു. എത്രയോ ക്ലിപ്പിങ്സ് കിടപ്പുണ്ട് അതിൻ്റെ. അത് ഒരു സംശയം വേണ്ട, ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. കാരണം പത്മകുമാറിൻ്റെ ഒരു ശൈലിയും CPIMൻ്റെ ശൈലി അനുസരിച്ച് CPM ലീഡർഷിപ്പിനെ ആരും ദൈവതുല്യരെന്ന് പറയാറില്ല. ഞങ്ങൾ ആരും പറയാറില്ല. അത് പറയാറുള്ള മറ്റു വലതുപക്ഷ ആശയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പരിശ്രമിച്ചവർ അത് പിണറായി വരെ കൊണ്ടെത്തിച്ചു. എന്തോ ഒരു ദുഷ്ടലാക്കോടു കൂടിയാണ് ആ ചർച്ച നടത്തിയെന്ന് നോക്കൂ. അപ്പോൾ ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായപ്പോൾ തന്ത്രിയുടെ കുറ്റം എന്താണെന്ന് SIT വെളിപ്പെടുത്തണം, വകുപ്പ് എന്താണെന്ന് വെളിപ്പെടുത്തണം. SITയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി നിരീക്ഷിച്ചത്, നിങ്ങൾ മാധ്യമ കുലത്തെ പോലും അവർ വിമർശിച്ചു. ആവശ്യമില്ലാതെ ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കരുതെന്ന് വരെ ശക്തമായിട്ട് ഹൈക്കോടതി പറഞ്ഞു. അവർ അതിൽ സംതൃപ്തി രേഖപ്പെടുത്തി. SITയുടെ തലവനോട് നിങ്ങൾക്ക് കഴിയുന്ന ഉദ്യോഗസ്ഥരെ കൂടി ആഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ തന്ത്രി എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് രാഹുൽ ഈശ്വരെ കടത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച വേറൊരു കാര്യമുണ്ട്. ഈ പരശുരാമൻ്റെ സംഭവത്തെ നിങ്ങൾ വിശ്വാസത്തെ മറയാക്കി ചരിത്രത്തെ വളച്ചൊടിക്കരുത്. അങ്ങ് ദയവായി ചട്ടമ്പി സ്വാമികൾ 17 വയസ്സ് വരെ അക്ഷരം പഠിക്കാതിരിക്കുകയും 17ാമത്തെ വയസ്സിൽ അക്ഷരം പഠിക്കുകയും 17 പുസ്തകങ്ങൾ എഴുതുകയും ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിലുണ്ടായിരുന്ന ചരിത്രവിരുദ്ധ വസ്തുതകളെ അദ്ദേഹം വളരെ കൃത്യമായി പൊളിച്ചെടുക്കുകയും ചെയ്ത ആളാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹമാണ് ഈ ഐതിഹ്യത്തെ കേരളത്തിൽ ശക്തമായി വിമർശിച്ച വലിയ ചരിത്രകാരനല്ല ചട്ടമ്പി സ്വാമികൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം ആരും ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ, നല്ല ശുദ്ധിയുള്ളവർ, നല്ല പെരുമാറ്റമുള്ളവർ, നല്ലതുപോലെ രാജ്യസ്നേഹികളായിട്ടുള്ളവർ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ എല്ലാ വിഭാഗത്തിലും അങ്ങനെയുള്ളവരും ഉണ്ട്. എല്ലാ വിഭാഗത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിമാരുണ്ട്, എല്ലാ വിഭാഗത്തിലും തന്ത്രിമാരുണ്ട്, എല്ലാ വിഭാഗത്തിലും ഭണ്ഡാരിമാരുണ്ട്, എല്ലാ വിഭാഗത്തിലും ഗോവർദ്ധന്മാരുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കണം. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഇതൊരു കൊയ്ത്തായിട്ട് കുറച്ച് ആളുകൾ കൊണ്ടു നടന്നു. അങ്ങനെ കൊണ്ടു നടന്ന ആ ശബരിമലയിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ മുൻകൈയിൽ SITയുടെ വളരെ ഫലപ്രദമായ ഇടപെടലിൽ ഈ കേസ് തെളിയിക്കപ്പെടാൻ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പോറ്റിയെ കയറ്റിയത് എന്നുള്ള പാട്ട് UDF തിരുത്തേണ്ട സമയം കഴിഞ്ഞു. അവരുടെ പല്ലവി നിലനിർത്തിക്കൊണ്ട് അനുപല്ലവി തിരുത്തി. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയവർ സത്യസന്ധരായിട്ട് ഈ കാര്യങ്ങളെ സമീപിച്ചാൽ മനസ്സിലാവും. പോറ്റിയെ കയറ്റിയത് ആര് എന്ന കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അഴിച്ചുവിട്ട പ്രചാരണം കോൺഗ്രസിന് തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ്. ശ്രീ ഗോപികൃഷ്ണൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, വലിയ ആവേശമൊന്നും ഇനി അവർ കാണിക്കാൻ പോകുന്നില്ല. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് മാറി ഇത് തന്ത്രിയുടെയും മറ്റും കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഈ പ്രതിപക്ഷ രാഷ്ട്രീയ സുഹൃത്തുക്കൾക്ക് വലിയ ആവേശമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമല അയ്യപ്പന്റെ എല്ലാ തരത്തിൽ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ സാധനങ്ങളും തിരിച്ചെത്തിയില്ലെങ്കിൽ ആരാണ് കൊണ്ടുപോയതെന്ന് വെളിവാക്കപ്പെടുകയോ അവർ എന്നേക്കുമായി ജയിലറയ്ക്കുള്ളിലേക്ക് കടത്തപ്പെടും എന്ന ഉറപ്പ് കൂടുതൽ ശക്തമായി കേരളത്തിന് മുന്നിൽ ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് പോകണം. അതിന് മുമ്പ് ഒറ്റ കാര്യം, ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി രാഹുൽ ഈശ്വർ കേൾക്കാൻ വേണ്ടിയാണ്. കട്ടിളപ്പാളി കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ് എന്നതാണ് നമുക്ക് വരുന്ന വിവരം. തന്ത്രി 13ാം പ്രതിയാണ് ഈ കേസിൽ. ഗൂഢാലോചനയിൽ തന്ത്രി കണ്ഠരര് രാജീവ് ഒരു പങ്കാളിയായി എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം, ശ്രീ രാഹുൽ ഈശ്വർ,
കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും തന്ത്രി ഇടപെട്ടിട്ടില്ല. ആചാര ലംഘനം നടത്തുന്നതിന് തന്ത്രി കൂട്ടുനിന്നു. ഇതിലൂടെ തന്ത്രി നേട്ടമുണ്ടാക്കി. 1ഉം 9ഉം 10ഉം പ്രതികൾക്കൊപ്പം ലാഭമുണ്ടാക്കി. ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കി എന്നാണ് തന്ത്രിക്കെതിരായിട്ടുള്ള SITയുടെ കേസ്, SITയുടെ കണ്ടെത്തൽ. ശ്രീ രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടല്ലോ. ഒരൊറ്റ നിമിഷം പറഞ്ഞോട്ടെ, അല്ല, എനിക്ക് കാര്യങ്ങളിൽ SIT ആണോ തീരുമാനിക്കുന്നത്? അല്ലല്ല, പോട്ടെ, ഞാൻ SIT കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഏത് രീതിയിലാണ് തന്ത്രി ലാഭം ഉണ്ടാക്കിയത്? എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ? ഉണ്ടാകും. ഏത് രീതിയിലാണ്? അല്ല, അത് ഇല്ല എന്ന് നമ്മളെങ്ങനെ പറയാം? SIT അറസ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ ഞാൻ ഒരു മിനിറ്റ് രാഹുൽ, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം എന്റെ മനസ്സിലുണ്ട്. ശ്രീ രാജു പി നായർ, ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ സർക്കാരിനെതിരെ, CPM-നെതിരെ, ഈ 1 പത്മകുമാറിനെതിരെ ഒരു നടപടിയുമില്ല, 2 ഈ കേസിന്റെ ദിശ തെറ്റിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സ്വാധീനമുണ്ടാക്കി തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഇനി ഈ ആക്ഷേപങ്ങളൊക്കെ ഇല്ലാതാകാൻ പോകുന്നു, പ്രതിപക്ഷ സുഹൃത്തുക്കൾക്ക് ഇനി ഒന്നും പറയാനുണ്ടാകില്ല എന്നാണ് ഡോക്ടർ PK ഗോപൻ പറഞ്ഞത്. എങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റിനെ താങ്കൾ കാണുന്നത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ദിശ, ഒരു അന്വേഷണ വഴിത്തിരിവായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ, ശ്രീ രാജു പി നായർ? അല്ല, ഇതൊരു വഴിത്തിരിവായിട്ടൊക്കെ ആരാ കാണുന്നത്? ഈ കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള ആരുണ്ടെങ്കിലും അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടണം. അതിനകത്ത് തന്ത്രി എന്നുള്ളത് കൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള ഇതും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പാടില്ല എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. അദ്ദേഹവും ഇതിനകത്ത് ഈ മഹസർ എഴുതിയത് ഒപ്പിട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പറ്റേ, ഞങ്ങൾ ആർക്കെതിരെയുള്ള അന്വേഷണത്തിന് അയക്കുന്നത്? പിന്നെ ശ്രീ ഗോപൻ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്ത് രക്ഷപ്പെട്ടു എന്നാണോ? ഞാൻ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് വേണ്ടി പോവുകയാണ്. ഈ ഓരോരോ അറസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ കേസ് എന്താണെന്ന് മറന്നു പോരുത്. എന്താണ് ഈ കേസ്? 2019 ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കീഴ്ശാന്തിക്കാരനായിരുന്ന ഒരാളെ ഈ ശബരിമലയിലെ ഇത്രയും വലിയ വിശ്വാസപരമായും വൈകാരികമായും സാമ്പത്തികമായും എല്ലാം മൂല്യമുള്ള അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പവും കട്ടിളപ്പടിയും സ്വർണ്ണപ്പാളികളും എല്ലാം ഉൾപ്പെടെ അത് കൊടുത്തുവിടുന്നതിന് വേണ്ടി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റായിട്ട് ആൾക്കാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ വന്ന് ക്യാൻസറാണ് അല്ലെങ്കിൽ നെഞ്ചിന് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം പിരിക്കാൻ വരുന്നവരെ പോലെ അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ മുതൽ പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത അതോറിറ്റി സർട്ടിഫിക്കറ്റ് ആയിരുന്നു 2019 ഉത്തരവ്. അതുകൊണ്ട് ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നുണ്ട്, ശ്രീ PK ഗോപൻ ഇപ്പോഴും പോറ്റിയെ കയറ്റിയത് എവിടെയാണ് എന്നുള്ള സംശയമുണ്ടെങ്കിൽ പോറ്റിയെ കയറ്റിയത് 2019 ഉത്തരവിലാണ്. ആ 2019 ഉത്തരവ് എങ്ങനെ വന്നു? അത് ദേവസ്വം ബോർഡ് കൂടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോടതി വിധികളെ മറികടന്ന്, ദേവസ്വം മാനുവലിനെ മറികടന്ന് അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്ന് ഈ സ്വത്തുക്കൾ പുറത്തു കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടായത്. ആ ഉത്തരവുണ്ടാക്കിയത് മിനിറ്റ്സ് തിരുത്തിക്കൊണ്ടാണെന്നും അത് സ്വർണ്ണപ്പാളി എന്നുള്ളത് ചെമ്പുപാളിയാക്കിയതും അതിനുശേഷം പിത്തളപ്പാളി എന്ന് വാസു ആരോ എഴുതിയിരുന്നത് ഏറ്റവും വലിയ സ്വർണം കൈകാര്യം ചെയ്യൽ വിദഗ്ധരായ സഖാക്കൾ AKG സെൻറ്ററിൽ നിന്ന് പ്രത്യേകമായ പരിശീലനം ലഭിക്കുന്നവർ പിത്തളയല്ല ചെമ്പാണ് അതിന് കുറേ കൂടി നല്ലത് എന്ന് പത്മകുമാർ ആ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെമ്പ് പാളി എന്ന് തിരുത്തി സ്വന്തം കൈപ്പടയിൽ എഴുതി എന്നുള്ളതാണ് കേസ്. പ്രേക്ഷകർ ദയവ് ചെയ്ത് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ മന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ കേസ് എന്താണെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഗൂഢാലോചന ഹൈക്കോടതി ഉത്തരവിലൂടെ സ്ഥാപിച്ചത് ആദ്യം പത്മകുമാറിൻ്റെ മേത്താണ്, അല്ലേ? പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ രേഖകൾ മുഴുവൻ കോടതി ഉത്തരവോടെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സ്വന്തം കൈപ്പടയിൽ രേഖകൾ തിരുത്തിയെന്ന് കണ്ടതുകൊണ്ടാണല്ലോ പല പ്രാവശ്യം ജാമ്യം നിഷേധിച്ച് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് കോടതി ജയിലിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ആരും മനസ്സിലാക്കരുത്, അത് മറന്നു പോകരുത്. പിന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണം. ദൈവതുല്യർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുമോ? പണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞൊരു നടി പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞല്ലോ. കാരണം ഇത് ചെയ്താലൊന്നും സംഭവിക്കാൻ പോലെന്ന് ഏറ്റവും അറിയാവുന്നവർ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവരെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഗൂഢാലോചന പങ്കാളികളല്ല എന്ന് ഞങ്ങൾക്കൊരു നിലപാടുമില്ല. ഇനി രാഹുൽ ഈശ്വർ എപ്പോഴും പറയുന്ന പോലെ 2019 ഈ വിവാദ ഉത്തരവ് കിട്ടിയതിന് ശേഷം 39 ദിവസം കൊണ്ട് നടന്ന കച്ചവടമല്ല ഗോപികൃഷ്ണൻ ഇത്. കാരണം ഇത് കോടതി പറഞ്ഞതെന്താ, ഈ യഥാർത്ഥ ദ്വാരപാലക ശില്പവും അതുപോലെ തന്നെ കട്ടിളയും ജനൽപ്പാളികളും അവിടുത്തെ പാളികളുമെല്ലാം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി
അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശി അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നാണ്. അപ്പോൾ ഈ യഥാർത്ഥ പാളി കൊണ്ടുപോയത് അവിടെ നിന്നാ? അത് സ്വർണം ഉരുക്കിയെടുക്കാണെങ്കിൽ അതിൽ നിന്ന് സ്വർണം എടുത്തിട്ട് പിന്നെയും സ്വർണം പൂശിയാൽ പോരെ? അല്ലല്ലോ. അപ്പോൾ സ്വർണ്ണപ്പാളിയും ദ്വാരസ്മാരക ശില്പമെല്ലാം അതുപോലെ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. എങ്ങനെ കടത്തി? കോടതി പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘമായ സുധീഷ് കപൂറിൻ്റെ മാതൃകയിൽ അത് കടത്തി. 39 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? എന്ന് വെച്ചാൽ സാധാരണ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ കൊള്ളയ്ക്ക് വേണ്ടി, ക്ഷേത്ര കൊള്ളയ്ക്ക്, സ്വർണ്ണക്കൊള്ളാൻ ദേവീത് പറയരുത്, ക്ഷേത്ര കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത് ആ ക്ഷേത്രക്കൊള്ളയിലൂടെ കിട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം മേടിക്കാൻ കഴിയുന്ന കോടതി സൂചിപ്പിച്ച വിൽഫുൾ ബയർ, കോടിക്കണക്കിന് രൂപ കൊടുത്താൻ പറ്റിയ വിൽഫുൾ ബയറെ കണ്ടുപിടിച്ച് അത് രാജ്യത്ത് നിന്ന് കടത്തുന്നതിനുള്ള ലോജിസ്റ്റിക്കൽ കാര്യങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം ഇതിവിടെ നിന്ന് കടത്തുന്നതിനും ഈ തുക സംബന്ധിച്ചും ഇവരുടെ വീതം സംബന്ധിച്ചും എല്ലാം തീരുമാനിച്ചതിനു ശേഷം ആ ഗൂഢാലോചനയുടെ പ്രോഡക്റ്റാണ് 2019 പത്മകുമാർ തിരുത്തിയ ഉത്തരവ്, വാസു ഉള്ള ഉത്തരവ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ 2022 ഈ സ്വർണം നഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ചതിന് ശേഷവും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് കണ്ടുപിടിച്ചതിന് ശേഷവും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതിരുന്നത്? അത് കണ്ടുപിടിച്ചതിൻ്റെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ കോടതി പറഞ്ഞത് 2019 ഈ കള്ളത്തരം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനകത്ത് കൃത്യമായ റോളുകൾ ഉണ്ടായിരുന്നുള്ള കാലത്ത് ഞങ്ങൾക്ക് യാതൊരു ശരി ശ്രീ രാജു പി നായർ, ഏതായാലും ആ റോളുള്ള മുഴുവൻ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ശ്രീ അനന്തപത്മനാഭൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ അനന്തപത്മനാഭൻ, ക്ഷമിക്കണം, താങ്കൾ കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ വന്ന സാഹചര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. ശ്രീ അനന്തപത്മനാഭൻ, ഇവിടെ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തി പറഞ്ഞത്, രാഹുൽ ഈശ്വർ പറഞ്ഞത് മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഈ അറസ്റ്റ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രിക്കെതിരെ 3 കുറ്റങ്ങളാണ്. ഒന്ന് ഒത്താശ, മൗനാനുവാദം, ഗൂഢാലോചന. ഇത് ഈ മൂന്നെണ്ണമാണ് ഇപ്പം. അതുവഴി 1, 9, 10 പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും ഉണ്ടാക്കാൻ കാരണക്കാരനായി. ഇതാണ് തന്ത്രിയുടെ പേരിലെ കുറ്റം. ഇനി ഞാൻ PK ഗോപൻ ഉൾപ്പെടെയുള്ള CPMകാരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള, ഈ ക്ഷേത്രക്കൊള്ള പുറത്തു വരുന്നത് ഈ വർഷം, അതായത് 2025 ഈ എന്താ പറയുക, ഈ വസ്തുക്കൾ വീണ്ടും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്ത് അത് വീണ്ടും അതിൻ്റെ സ്വർണം പൂശലോ പഴയ കലാപരിപാടി വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി എടുത്തു കൊടുത്ത സമയത്ത് പത്തനംതിട്ട ജില്ലാ ജഡ്ജി, സ്പെഷ്യൽ കമ്മീഷണർ ഇതെവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഇതിങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അത് ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത് എന്ന് ചോദ്യം ചെയ്ത് അത് ഗുരുതരമായൊരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് റിപ്പോർട്ട് ചെയ്ത സമയത്താണ് ഇത് കേസാവുന്നത്. അതിന് നിങ്ങൾ പറഞ്ഞ കാരണം വാറണ്ടി നഷ്ടമാവും. ഏത്? അയ്യപ്പൻ്റെ സ്വത്തിൻ്റെ വാറണ്ടി ഉണ്ണികൃഷ്ണ പോറ്റീൻ്റെ പേരിലാണ്. ഇങ്ങനെയാണ് ഇത് പുറത്തു വന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ പറഞ്ഞയച്ച പഴയ പ്രസിഡൻറ്റോ പുതിയ പ്രസിഡൻറ്റോ പഴയ മെമ്പർമാരോ പുതിയ മെമ്പർമാരോ നിങ്ങളുടെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ദേവസ്വം ബോർഡിലെ മഹാനായ മന്ത്രിയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരോ വകുപ്പോ ഒന്നും കണ്ടെത്തിയതല്ല. ഇത് പത്തനംതിട്ടയിലെ സ്പെഷ്യൽ കമ്മീഷണർ, ജില്ലാ ജഡ്ജ് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ക്ലിയറായി എന്ന് പറയണ്ട. പണ്ട് കൊച്ചിനെ നീഫ ഏതോ സിനിമയിൽ പറഞ്ഞത് കോംപ്ലിമെൻ്റായി ജനാർദ്ദനൻ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് കോംപ്ലിമെൻ്റ് അല്ല. ഇത് നിങ്ങൾ നടത്തിയ, നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ നടന്ന വലിയൊരു ക്ഷേത്രക്കൊള്ള, നിങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടെ ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും അറിഞ്ഞിരുന്നു, എല്ലാവരും മിണ്ടാതിരുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 4.5 കിലോ കുറഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമാക്കാമായിരുന്നു. അന്ന് പ്രശ്നമാക്കിയില്ല. വർഷങ്ങൾക്ക് ശേഷം അതേ വ്യക്തിക്ക് വാറണ്ടീൻ്റെ പേരിൽ വീണ്ടും എടുത്തു കൊടുത്തപ്പോൾ ജില്ലാ ജഡ്ജി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇത് കേസാവുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വന്നിട്ട് സ്വയം വെളുപ്പിക്കാൻ നോക്കരുത്.
ഇനി ഇത് ഇത്രയേറെ എത്തിയ സ്ഥിതിക്ക് ഇനി ഈ കേസുമായി മുന്നോട്ട് SIT പോകട്ടെ. SIT ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന SIT അവരെടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും നമ്മൾ ആരും ചോദ്യം ചെയ്യില്ല. അവർ ശരിയായ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ ഈ കടലാസിൽ ഒപ്പിട്ട ശങ്കർദാസ് പുറത്തു നിൽക്കുകയാണ്. എങ്ങനെ ശങ്കർദാസ് ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്? സുപ്രീം കോടതി അമ്പലത്തെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 4-5 ദിവസമായി ഇന്നും അറസ്റ്റ് നടന്നിട്ടില്ല. ഇനി മുൻകൂർ ജാമ്യ അപേക്ഷ ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സെഷൻസ് കോടതിയിലും ഇവിടുത്തെ ഹൈക്കോടതിയിലും ഒക്കെ ഇത് കൊടുത്ത് തീരുമാനമാവുന്നവരെ കാത്തു നിൽക്കാനാണ് ഉദ്ദേശമെന്ന് അറിയില്ല. ഏതായാലും ആ മനുഷ്യനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ ഒപ്പിട്ട വ്യക്തിയാണ്. അതിൽ ഒപ്പിട്ട ബാക്കി 3 പേർ, ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി, പ്രായത്തിൻ്റെ ആനുകൂല്യം കിട്ടി, ബാക്കി 2 പേര് ജയിലിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുത. മാത്രവുമല്ല, ഇത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട്, ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് BJP പറയുന്നത് ഇത് CBI അന്വേഷണം വേണമെന്ന്. കാരണം അന്തർ സംസ്ഥാന തലത്തിൽ, അന്തർദേശീയ തലത്തിൽ ഇന്റർപോളിൻ്റെ മറ്റു സഹായം തേടി ഇത് വിദേശത്തേക്ക് കടത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി കൊണ്ടുവരാൻ CBIക്ക് സാധിക്കും. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതായത് ശ്രീ പത്മനാഭൻ, അവിടെ ശങ്കർദാസിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം ഒരു അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് കൃത്യമായ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ആ വിവരം താങ്കൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു ആനുകൂല്യം കേരളത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ശരി, കോടതി ആനുകൂല്യം കൊടുക്കാറുണ്ട് ആരോഗ്യ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്തതും. പോലീസ് അങ്ങനത്തെ ഒരു ആനുകൂല്യം കൊടുത്ത ഒരാളെ ഒന്ന് കാണിച്ചു തരുമോ? ശരി, ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറെ കൊല്ലമായി പണിയെടുക്കുന്നു. ശരി ശ്രീ പത്മനാഭൻ, ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊരു ഇടവേള എടുക്കുകയാണ്, വളരെ പെട്ടെന്ന് ആവശ്യമായതുകൊണ്ടാണ്. ചെറിയ ഇടവേള. ഡോക്ടർ PK ഗോപൻ, ഇത് തുടക്കത്തിൽ തന്നെ ഉണ്ടായ ചോദ്യമാണ്, പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുത്തില്ല എന്ന്. പുതിയ സാഹചര്യങ്ങൾ, പുതിയ സംഭവങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ പത്മകുമാറിനെ പുറത്താക്കുമോ ഈ സർക്കാരിന്റെ കാലത്ത്? ഗോപികൃഷ്ണൻ വളരെ ക്ലിയർ അല്ലയോ? പത്മകുമാറിനെ പുറത്താക്കുന്നത് എന്താ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവല്ലേ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ ശ്രീ ഗോപികൃഷ്ണൻ, അപ്പം നമുക്കത് മനസ്സിലാവും. ശ്രീ രാജു പി നായർ ഇവിടെ പറയുന്നത് 2019 പോറ്റിയെ കയറ്റിയെന്ന് ഇപ്പോഴും ഒരു ഉളുപ്പില്ലാതെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. 2004 ഈ കണ്ഠരൻ രാജീവരാണ് ഈ പോറ്റിയെ ആദ്യമായിട്ട് ശബരിമല കയറ്റിയത്. അതുകൊണ്ട് തന്ത്രി പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ടുണ്ടാക്കിയാൽ ഇവർക്ക് രാഷ്ട്രീയമായി യാതൊരു ഗുണവും കിട്ടില്ല. പക്ഷേ ആ പാട്ടുണ്ടാക്കിയ മതിയാവും, അല്ലാതെ ഇവർക്ക് പറയാൻ പറ്റില്ല. ആചാര സംരക്ഷണത്തിൻ്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചും മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ആചാര സംരക്ഷണത്തിൻ്റെ നായകൻ ആചാര ലംഘനം നടത്തിയെന്ന് SIT കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ BJPയുടെ സുഹൃത്ത്, ഇവർ BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും അനുഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് ശ്രീ ഗോപികൃഷ്ണ, ഒരു ദിവസം ഇവർ SITയെ ന്യായീകരിക്കും, അടുത്ത ദിവസം ഇവർ SITയെ തള്ളിപ്പറയും. ഇപ്പം BJPയുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് SIT കോടതിയും ഒക്കെ ഇങ്ങനെ കൃത്യമായി നിരീക്ഷിച്ച് കാര്യങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇവർക്ക് യാതൊരു കാര്യമില്ല. ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഗവൺമെൻറ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ. ഇങ്ങനെ ഇരട്ടത്താപ്പ് ഓരോ ദിവസവും പറഞ്ഞ് ഇവർ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പിന്നെ CBI ആണ് അവരിപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇന്നലത്തെ വാർത്ത അദ്ദേഹം ശ്രദ്ധിച്ച് കാണുമല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തെന്നും പറഞ്ഞ് കേരളം മൊത്തം നിങ്ങൾ ചാനലുകൾ മാസങ്ങളോളം ചർച്ച ചെയ്ത് മലയാള മനോരമ ഉൾപ്പെടെയുള്ള ഒരു ഫ്രണ്ട് പേജ് വാരി നിറച്ച് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ കക്ഷിയായിട്ടുള്ള ED ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ട കാര്യം എത്ര പേരെ അറിയിച്ചിട്ടുണ്ട്? സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം അയാളാണ് നിർബന്ധിച്ചത് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിട്ട് അയാളാണ് നിർബന്ധിച്ചത് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ. സ്വപ്ന സുരേഷിനെ കൊണ്ട് പേര് പറയാൻ ശ്രമിച്ചത് അയാളാണ്. അവസാനം അയാളിപ്പോൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇടതുപക്ഷത്തിനെതിരായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ അപകടത്തിലാണെന്ന് മനസ്സിലായേ. CBI അന്വേഷിക്കണം. ഇത്ര SIT അന്വേഷിക്കുന്നതിൻ്റെ ഏതെങ്കിലും തരത്തിൽ CBIക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ശ്രീ പത്മനാഭ സാർ, കേരളത്തിൽ CBI അന്വേഷിച്ച തെളിയിച്ച ഒരു കേസിൻ്റെ പേര് അങ്ങക്ക് പറയാമോ? 2 എണ്ണം പറയണ്ട, 1 എണ്ണം പറയാമോ? അങ്ങ് നിയമവിദഗ്ധൻ കൂടിയല്ലേ, അങ്ങക്ക് പറയാമോ? അറിയാവുന്ന 2 കേസ് ഞാൻ പറയാം. ഒന്ന് ഒരു CBI ഡയറി കുറിപ്പ്, 2 നേരറിയാൻ CBI. ഇത് 2 മമ്മൂട്ടിയുടെ സിനിമയാണ്. അതിൽ മാത്രമേ തെളിയിച്ചിട്ടുള്ളൂ സാർ. അല്ലാതെ ഒരു കേസിലും CBI തെളിയിച്ചിട്ടില്ല. CBI ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല. ED ആയിക്കോട്ടെ, ഇതുപോലെ പുറത്താക്കപ്പെട്ട രാധാകൃഷ്ണൻ പോലുള്ള ആളുകളല്ലേ EDയിലൂടെ വരാൻ പോകുന്നത്. ഞാൻ പറയട്ടെ സാർ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ.
നിങ്ങൾ ഈ തെറ്റായ കാര്യങ്ങൾ ചോദിച്ചതിനെ കൊണ്ട് കേരളത്തിൽ മറുപടി പറഞ്ഞതാ. പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചതിനെ കൊണ്ട് പറഞ്ഞതാ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കേരളം കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യാണ്. 2007 അയാൾ പരികർമ്മിയായിട്ട് അവിടെ കയറുന്നത്. തന്ത്രിയുടെ ആളെന്ന തരത്തിൽ ഈ തന്ത്രിയാണ് അദ്ദേഹത്തെ പരികർമ്മിയായിട്ട് നിയമിച്ചത്. ദേവസ്വം ബോർഡിന് ഇടപെടാൻ അവകാശമില്ലായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡല്ല. അപ്പോൾ 2004 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി കയറ്റി, 2007 അവിടെ പരികർമ്മിയായിട്ട് നിയമിച്ചു. ഈ സമയത്ത് UDFന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള MB ഗോവിന്ദൻ നായർ 2012-14 ദേവസ്വം ബോർഡ് ശമ്പളം കൊടുത്ത് കീഴ്ശാന്തിയായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയമിച്ചു. 2014 പ്രയാർ ഗോപാലകൃഷ്ണൻ മേൽശാന്തിയായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയമിച്ചു. ഇത് VS ശിവകുമാർ, നമ്മുടെ ശിവകുമാർ മന്ത്രിയുടെ കോൺഗ്രസ് നേതാവായ VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ജയകുമാറിന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2014 അവിടെ മേൽശാന്തിയായിട്ട് നിയമിച്ചു. ഈ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞിട്ട് 2019 കയറ്റിയെന്ന്. ഇടവേളെടുത്ത ശേഷം തിരിച്ചു വരാം. ശ്രീ രാജു പി നായർ, സത്യത്തിൽ ചർച്ചയുടെ സമയം കഴിഞ്ഞു, പക്ഷേ താങ്കൾക്കൊരു മറുപടി ഉണ്ടാകുമല്ലോ. നോക്കൂ ഗോപീഷ്ണൻ, ഒരു പാട്ട് കൊണ്ട് ഈ സമരങ്ങൾക്കും വിപ്ലവത്തിനൊക്കെ വീര്യം പകർന്നിട്ടുള്ള ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പാർട്ടിയുടെ ആത്മവീര്യം മുഴുവൻ തകർത്ത് കളഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയതുള്ള പാട്ടില്ല. ഇപ്പോഴും അവർക്ക് അതിൻ്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. ഞങ്ങളൊക്കെ അത് വിട്ടു, അത് ആ സമയത്ത് ഞങ്ങളൊക്കെ വിട്ടു. പക്ഷേ ഇവർക്ക് ഇപ്പോഴും അത് വിടാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമുക്ക് CPMന്റെ നേതാക്കന്മാരുടെ ഈ ചർമ്മത്തിൻ്റെ കട്ടിയാണോ അല്ലെ കള്ളം പറയാനുള്ള മനക്കട്ടിയാണോ മറ്റെന്തെങ്കിലും ആണോ പരിശോധിക്കേണ്ടത് എനിക്കറിയാൻ പാടില്ല. ഇപ്പം തന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൂഢാലോചന മുതൽ PK ഗോപൻ വാചാലനാവുകയാണ്. ശ്രീ PK ഗോപൻ അതേ കുറ്റം ചാർത്തപ്പെട്ടാണ് അങ്ങയുടെ നേതാവ് ശ്രീ പത്മകുമാറും അതുപോലെ തന്നെ N വാസുവും വിജയകുമാറും എല്ലാം പലതവണ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. എന്തൊരു അസാമാന്യ തൊലിക്കട്ടി വേണം ഇത് പറയണമെങ്കിൽ. അതേ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് 9 CPMകാർ, 9 CPMകാർ, 1, 2, 3 അല്ല 9 CPMകാർ ജയിലിൽ കിടക്കുക ഇതേ കുറ്റം ചാർത്തപ്പെട്ട്. അതിൽ തന്ത്രിയും കൂടി ആ ഗൂഢാലോചന പങ്കാളിയാണെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടക്കട്ടേന്നേ. ഞങ്ങൾക്ക് എന്താ കുഴപ്പം, ആർക്കെന്താ കുഴപ്പം? പക്ഷേ അതുകൊണ്ടൊന്നും കേരളത്തിലെ ഈ CPMന്റെ നേതൃത്വത്തിലുള്ള പങ്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ തീർക്കാം. അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, PS പ്രശാന്തിൻ്റെ മൊഴിയെടുത്തു. PS പ്രശാന്തിനെ ഡയറക്റ്റ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്ത കോടതി വിധിയില്ലേ 2019 ക്രമക്കേട് അട്ടിമറി അല്ലെങ്കിൽ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. PS പ്രശാന്തിനെ എന്തുകൊണ്ട് SIT അറസ്റ്റ് ചെയ്തിട്ടില്ല? കോടതി തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ SITയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാവുന്നുള്ളതിൽ ഇനി കടകംപള്ളി അവിടെ നിൽക്കട്ടെ. PS പ്രശാന്തിന്റെ അറസ്റ്റിനെ കുറിച്ച് പറ. ചോദ്യം ചെയ്തിട്ട് എന്ത് കിട്ടി? കോടതി പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അപ്പോൾ അത്രമാത്രം വലിയ അട്ടിമറി അന്വേഷണത്തിൽ നടക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തന്ത്രിയുടെ അറസ്റ്റിൻ്റെ പേരിൽ CPMനെ അങ്ങ് വെളുപ്പിച്ചെടുക്കാം, CPMനെ ഇതിൽ നിന്നൊക്കെ അങ്ങ് ഊരിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ശ്രീ PK ഗോപൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ അത് വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. എന്തുകൊണ്ടാണ് പത്മകുമാറും വിജയകുമാറും മുരാരി ബാബുവും മറ്റേ സുധീറും അതുപോലെ തന്നെ നമ്മുടെ N വാസുവുമെല്ലാം ജയിലിൽ കിടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പ് കൊണ്ടൊന്നും നിങ്ങളുടെ മേലുള്ള ഇതിൻ്റെ കറ കഴുകിക്കളയാൻ സാധിക്കില്ല. CPMന്റെ ഏറ്റവും ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ദൈവതുല്യൻ തന്ത്രി മാത്രമായിരിക്കില്ല, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ദൈവമായിട്ട് വിരാജിക്കുന്ന ക്ലിഫ് ഹൗസിലെ പിണറായി വിജയനും ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പത്മകുമാറിന് മാത്രം ചെയ്ത് കടക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ 500 കോടിയുടെ മേൽ നടക്കുന്ന വിഗ്രഹമോഷണം. അത് നടക്കണമെങ്കിൽ 3 ബോർഡ് പ്രസിഡന്റുമാരും 2 മന്ത്രിമാരും ഉൾപ്പെട്ട കള്ളവൾ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ CPMന്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും CPM രക്ഷപ്പെടാൻ പോകുന്നു എന്ന് കരുതണ്ട. തന്ത്രിയെയും കൂടി കൂട്ടി തന്നെ CPMനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രീ പത്മനാഭൻ, SITയുടെ ഈ അന്വേഷണത്തെക്കുറിച്ച് താങ്കൾക്ക് വലിയ മതിപ്പാണെന്ന് താങ്കൾ പറഞ്ഞു. SIT അന്വേഷിക്കുന്നതിലെ ഒരു പാകപ്പിഴയും താങ്കൾ കാണുന്നുമില്ല. അപ്പോൾ തന്ത്രിക്കും അപ്പുറത്തേക്ക് പോകുന്ന ഒരു അന്വേഷണമാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ SIT നടത്തുന്ന അന്വേഷണങ്ങളെയും നടപടികളെയും ഞങ്ങൾ വിമർശിക്കാനോ തള്ളിപ്പറയാനോ ഇപ്പോൾ തയ്യാറല്ല. മറിച്ച് ഞങ്ങൾ പറയുന്നത് ഇത് SITയെ കൊണ്ടാവാത്ത സംഭവമാണ്. ഇതങ്ങ് അന്താരാഷ്ട്ര മാർക്കറ്റിലെത്തിയിട്ടുണ്ട്.
ഇതിന് അന്തർദേശീയ തലമുണ്ട്, അന്തർ സംസ്ഥാന തലമുണ്ട്. അതുകൊണ്ട് CBI വരണം. വിദേശത്തേക്ക് കടത്തപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് CBI വരണം. അന്യ സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട്, അതുകൊണ്ട് CBI വരണമെന്നാണ് പറയുന്നത്. ഇത് SITയുടെയും അധികാര പരിധിക്ക് അപ്പുറം പോകുന്ന സംഗതികളാണ്. ലോക്കൽ പോലീസോ കേരള പോലീസിനോ സാധ്യമല്ല, അല്ലെങ്കിൽ ഒരു സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിന് സാധ്യമല്ല. ശരി ശരി, അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്നതാണ് BJPയുടെ നിലപാടല്ലേ? അത് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകളിൽ ഒന്നാണ് ഇന്ന് നടന്നിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർ ഇതിൽ ഒത്താശ ചെയ്തു കൊടുത്തുവെന്നും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും അതോടൊപ്പം തന്നെ ഇതിലെ ലാഭം കൈപ്പറ്റിയിട്ടുണ്ടെന്നുമുള്ളതാണ് SITയുടെ കണ്ടെത്തലും ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരെ അറിയിക്കാൻ 24-ന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങട്ടെ, ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ വെളിച്ചത്ത് വരട്ടെ, ഇതിലെ രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസികളുടെ വിശ്വാസം കാക്കുന്ന തരത്തിലുള്ള അന്വേഷണ ഫലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.